വന്ദേ മാതരം ജയിച്ച് 150 വർഷമായപ്പോൾ നമ്മുടെ സംഖ്യകൾക്ക് ഒരു പൂതി, അതൊന്ന് ആഘോഷിച്ചാലോ എന്ന് വെച്ചാൽ അവരുടേതാക്കി മാറ്റിയാലോ എന്നൊരു ചിന്ത. ഈ വന്ദേ മാതരം രചിച്ച ആദ്യ കാലഘട്ടത്തിൽ സംഘപരിവാർ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. ഈ വന്ദേ മാതരത്തെ അവർ പറയുന്നത് വന്ദേ മാരണം എന്നാണ്. ആ മാരണം അവർ പറഞ്ഞ ആ വന്ദേ മാരണം എന്നാണ് അവർക്ക് വന്ദേ മാതരമായത്. ഈ വന്ദേ മാതരം എന്ന ഗാനത്തിന് 15 ഖണ്ഡികകളാണുള്ളത്. അതിൽ ഒരു ഖണ്ഡിക ഒരു സംഖ്യയ്ക്ക് നേരെ ആലപിക്കാൻ കഴിയുമോ? എന്നിട്ടല്ലേ ഇവർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഖ്യ പാടുന്നത് നോക്കൂ, രണ്ടാമത്തെ വരി തന്നെ അയാൾ തെറ്റിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഇന്ന് വിരൽ തുമ്പിലല്ലേ എല്ലാം ഉള്ളത്, പെട്ടെന്ന് മൊബൈലിൽ നിന്ന് നോക്കിയെടുത്ത് അയാൾ നോക്കി വായിക്കുന്നു. എന്നിട്ട് പോലും അയാൾക്ക് അത് നേരെ വായിക്കാൻ കഴിയുന്നില്ല. അവരാണ് വന്ദേ മാതരത്തിന്റെ അവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. वंदे मातरम बहुत राष्ट्रीय भक्ति का दावा करते, सुनाइए, चलिए सुनाइए। देखिए नहीं सुनाइए, आप देश देख रहा है, पूरी दुनिया देख रही है, सुनाइए। आप मेरे साथ गाएंगे? हाँ गाएंगे आपके साथ, सुनाइए पूरा, सुनाइए पहले, उसके बाद हम गाएंगे। आप पहले पूरा सुनाइए, आप गाएंगे पूरा, सुनाइए पहले, आप गाने के बाद पहले पूरा आप मोबाइल में क्यों चेक कर रहे हैं? आप मोबाइल में क्यों चेक कर रहे हैं? आप सुनाइए। हाँ बिल्कुल गाएंगे, आप गाइए। हाँ गाएंगे, नहीं पहले पूरा सुनाइए, आप पूरा सुनाइए, सुनाइए पूरा। आप खाम खा के बेगर मतलब के बेतुके के बात कर रहे हैं। सुजलाम सुफलाम वंदे कहाँ चले गए? यही है, ये तो तौहीन कर रहे हैं आप, ये इहानत कर रहे हैं आप पर, राष्ट्र विरोधी का आप पर एक्ट लगेगा। मैं गा देता हूँ। वंदे मातरम सुजलाम सुफलाम मलयज शीतलाम संशयाम मल्याम सुब्रत ज्योतिषम पुलकिताम वंदे मातरम पुलकिसता सुमिता दुमल सुनामी सुहासिन सुमंद्र भूस्मानी वंदे मातरम। ജനഗണമനയ്ക്ക് മുമ്പ് എത്രയോ കാലം മുമ്പാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന പോലും സംഖ്യകൾക്ക് നേരെ ആലപിക്കാൻ അറിയില്ല. അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. गणमनोधिनायक जय हे भारत भाग्य विधाता जनगण सिंधु जनगण सिंधु जनगण सिंधु. ഇവരാണ് ദേശഭക്തി എന്ന് പറഞ്ഞ് വഴിനീളെ പാടി നടക്കുന്നത്. വെറുതെ വിളിച്ചു പറഞ്ഞാൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല ദേശഭക്തി. അത് മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് വരേണ്ടത് ഒന്നാണത്.